ജയശ്രീയ, എന്താ പരിപാടി? പയറ് നന്നാക്കുന്നു. ഇന്നത്തേക്ക് അല്ലേ? പയറുപ്പേരി അല്ലേ? പയറുപ്പേരി മോരുകറി. ആ, എന്താ കാളനാണോ? കുമ്പളങ്ങ. കുമ്പളങ്ങ ഇന്ന് 1-ാം തീയതി അല്ലേ? മീന 1-ാം തീയതിയാണ്. മുപ്പട്ട വ്യാഴാഴ്ചയാണ്. അപ്പോൾ നമ്മൾ നല്ല മോരൊഴിച്ച് കൂട്ടാൻ വെച്ചിട്ടുണ്ട് അല്ലേ? കാളനല്ല, കുമ്പളങ്ങ മോരൊഴിച്ച് കൂട്ടാൻ. നാളെ ഷഷ്ടി, കണ്ടേശ്വരത്തെ ഷഷ്ടിയാണല്ലോ അല്ലേ? അപ്പോൾ കാളം വയ്ക്കാം അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ മോരൊഴിച്ച് കൂട്ടാനും ഉണ്ട്, പിന്നെ പയറുപ്പേരി ഉണ്ടല്ലേ? പയറിന് നല്ല സൂപ്പർ മണിപ്പയറാണല്ലോ. ഇതുപോലത്തെ പയറല്ലേ നിങ്ങളുടെ വീട്ടിൽ? കഴിഞ്ഞോ? ആണോ? അത് ശരി. അത് ശരി. കഴിഞ്ഞിട്ടില്ലേ നിങ്ങളുടെ? ഇതിപ്പോ കുറച്ച് കുത്തിയതാ. ഇവരൊക്കെ വരുന്നു പറഞ്ഞപ്പോഴേ. അത് ശരി. 8 കിലോ. അത് ശരി. അതിൻ്റെ കുറച്ച് കുരുവാണ് നോട്ടം കിട്ടുക. മണി ഉണങ്ങിയത് നമുക്കിവിടെ നടാൻ കുറച്ച്. എൻ്റെയൊക്കെ മാറട്ടാ ശരിക്കേ, എന്നിട്ട് വേണം നമുക്ക് തുടങ്ങണമല്ലോ. പിന്നെ നമുക്ക് കണ്ണിമാങ്ങ വറക്കി വെച്ചിട്ടില്ലേ? അത് കണ്ണിമാങ്ങ അല്ലേ? ഞാൻ നുറുക്കാം. കണ്ണിമാങ്ങ ചറങ്ങ ഇതാണല്ലേ കണ്ണിമാങ്ങ? കുഞ്ഞു മാങ്ങയല്ലേ? അവർ കാര്യം ചെയ്താലോ? ഞാൻ നുറുക്കാട്ടോ ജസ്റ്റ് കുരുന്നനെ നുറുക്കിയിട്ടേ അച്ചാർ നല്ല സ്വാദുണ്ടാവും. കുഞ്ഞ് കണ്ണിമാങ്ങ. അതുള്ളൂ. നോക്കിയിട്ട് വരണം കേട്ടാ. ടീച്ചർ എന്താ കമ്മലിടാത്ത? കമ്മല് ഞാൻ ഇന്നലെ വൈകുന്നേരം ഊരി വെച്ചതാ. എന്താന്ന് വെച്ചാലേ ഞാനൊരു ചെറിയ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ലാസ്റ്റ് പറയാട്ടാ. ഇരിക്കട്ടെ എൻ്റെ ഈശ്വരോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ നുറുക്കാട്ടാ. കത്തിയെന്നോളൂ. കത്തി വേണം. പിന്നെ എന്ത് കണ്ണിമാങ്ങയല്ലേ? അപ്പോൾ പക്ഷേ ഈ മാങ്ങ ഉണ്ടല്ലോ, ഉപ്പിലിടാ കുറച്ചൊക്കെ ഇത് വരുന്നതേ, നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാം. പക്ഷെ ഇന്നത്തെ മാങ്ങ ഇത് ഇന്നലത്തെ മാങ്ങയല്ലേ? രണ്ടുണ്ട്, ഇന്നത്തെ ഉണ്ട് ഇന്നലത്തെ ഉണ്ട്. അതെ. കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞൊരു അച്ചാറുണ്ടാക്കാം. നല്ല സാധാ കണ്ണിമാങ്ങ കൊണ്ട് അച്ചാറുണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. എന്നോട് ഇപ്പോൾ കുറേ പേര് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നമ്മൾ ഇന്നലെ ജ്യൂസ് ഇട്ടില്ലേ, അപ്പോൾ പറയാ ടീച്ചറെ മാറിയോ സുഖമായോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് സുഖമായിട്ടുണ്ട്, എന്നാലും ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കാണ് ഒരുവിധമൊക്കെ ആവുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ തൽക്കാലം വന്ന് ഇത്തിരി ചെറുതായിട്ടൊക്കെ ചെയ്തു തുടങ്ങാണ്. ഇങ്ങനെ വെറുതെ കിടന്നാലും കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ഇവിടെ ഇതൊക്കെ വച്ചെന്തേ പുറമേനെടുക്കാണ്ട് ഞാൻ എത്തി കുഴിച്ചതൊക്കെ വച്ചിട്ടിരിക്കണം കേട്ടോ. ഇങ്ങനെ പൊളിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാം. ഇതിങ്ങനെ അരിയാം. അങ്ങനെ കൈ മുറിയും, അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടോ. എന്താ ഇങ്ങനെ, പിന്നെ കുരുകുരുന്നത് ഇങ്ങനെ അരിയാം. ഇതുകൊണ്ട് ഇത്തിരി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടേ നല്ല രസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. നമ്മൾ വയ്ക്കാറുണ്ട്. നിങ്ങൾ വയ്ക്കാറുണ്ടോ? ഞങ്ങൾക്ക് അതിൻ്റെ അവിടെ വാങ്ങിയില്ല അല്ലേ? അത് സാരില്ല, ജസ്റ്റ് കൊണ്ടൊക്കെയുള്ള ഓടുന്ന എല്ലാ ദിവസവും വീഴും. ഇനി പുതിയ കുട്ടികൾ വീഴും, വലിയവരും വീഴും, ഒക്കെ വീഴും. കഴിഞ്ഞാൽ നമ്മൾ കടുമാങ്ങി ഉണ്ടാക്കിയില്ലേ അതുപോലെ, അതേപോലെ. അപ്പം ആദ്യമൊക്കെ ഒരിടത്ത് ഉപ്പിലിടാം, ഇന്ന് കറി വയ്ക്കാം. പക്ഷേ ഇത് ഉപ്പിലിടാൻ ഞെട്ടിയടക്കം വീണ്ടും, അത് കാരണം ഇതുണ്ടാവും വീണ്ടും അല്ലേ? ഞെട്ടിയടക്കം വീണ്ടും ചിലത് ഞെട്ടിയുണ്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലം വെച്ചത് അങ്ങനെ തന്നെ ഞെട്ടി പോയിട്ടില്ലേ? ആ കടുമാങ്ങ അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും. ഊട്ട ജസ്റ്റ് നമുക്ക് എടുക്കാട്ടാ. ഒരാൾക്ക് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. മീറ്റിങ്ങിന് പോയി പറഞ്ഞ ടീച്ചറെ വായിക്കൊരു രുചിയില്ല, കടുമാങ്ങ ഞാൻ തരാട്ടോ എന്ന് പറഞ്ഞായിരുന്നു. കുപ്പിയിലാക്കി കൊടുക്കട്ടോ. അന്ന് മീറ്റിങ്ങിന് അന്ന് കൊടുത്തു. നമ്മള് ഇന്നാളെ മീറ്റിങ്ങിന് പോയില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിങ്ങിന് പോയപ്പോഴേ നല്ല സ്വാദുണ്ട് വേണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അടുത്തത് എടുക്കുമ്പോഴേ കുറച്ച് കൊടുക്കണം. അപ്പോൾ അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. ഞാനല്ലാണ്ട് അരിഞ്ഞത്, ഞാൻ കുറച്ച് എറിഞ്ഞിട്ടുള്ളൂ. എൻ്റെ കടക്ക് ഞാൻ പോയി കിടന്നു കേട്ടോ. ഇത് ജയശ്രീയെ കൂടുതൽ എറിഞ്ഞത്. ഇത് ഇന്ന് കിട്ടിയ മാങ്ങയാണ് കേട്ടോ. വീട് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് നിർത്തിയിട്ടുണ്ട് അല്ലേ? നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം.
ഇത്രയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു കണ്ടില്ലേ. ഇനി നമുക്കതിൽ ഉപ്പിടാം. സാരിയുടെ കളറല്ലേ നല്ല ഭംഗിയുണ്ടെന്നല്ലേ. കുറേ ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാരിയാണ്. രാജേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സാരിയാണ്. അപ്പം ഉപ്പിട്ടു. നല്ല പുളിയുള്ള പ്രത്യേക ഭംഗി നല്ല സാരിയാന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അത്ര വലിയ വിലയൊന്നും ഇല്ല കേട്ടോ ഇതിന്. നമ്മുടെ കുത്താമ്പള്ളിയിൽ നിന്ന് വാങ്ങിയതാ. കുത്താമ്പള്ളിയിൽ നിന്ന് വാങ്ങിയ സാരിയാ. കുത്താമ്പള്ളിയിൽ ലാഭമല്ലേ, അപ്പം നല്ല വില കുറവിന് കിട്ടും. അപ്പോൾ കണ്ടോ ഉപ്പിട്ടു ഞാനിതിൽ. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ. ഉപ്പിട്ടു. ഇനി മുളക് ഇടുന്നത് ഇവിടെ എരിവ് എല്ലാവർക്കും നിഷിദ്ധമാണ്. അതുകൊണ്ട് ഞാൻ ഇടുന്നത് കാശ്മീരി ചില്ലിയാണ്. എന്താ വില കാശ്മീരി ചില്ലിക്ക് അല്ലേ? 83 രൂപയാണ് ഒരു 100 ഗ്രാമിന്. എന്നാലും ധൈര്യമായിട്ട് എരിവുണ്ടാവില്ലല്ലോ, ഒന്ന് സമാധാനം. 1 സ്പൂൺ ഇട്ടു. 2 സ്പൂൺ തൽക്കാലം ഇടാം. നമുക്ക് നിറം അനുസരിച്ചിട്ട് കൂടുതലോ കുറവോ അതിൻ്റെ വേണം ചെയ്യാം. അതിട്ടു. ഇനി നമുക്കതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടാം. മതിയില്ലേ? മതി. ഇത്തിരി ഉലുവയുടെ പൊടി ഇടാം. ഉലുവ നമ്മൾ പതുക്കേനെ ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. വാളയൊക്കെ ഞാൻ അന്ന് ഊരിയതാ. ആസ്പത്രിയിൽ നിന്ന് വന്നിട്ട് ഇട്ടിട്ടില്ലേ. പിന്നെ ഇന്നലെ മറ്റേ വള ഇട്ടതല്ല, ഞാൻ വെറുതെ ഇത് ഉലുവപ്പൊടി ഇട്ടു. നമ്മൾ ഇന്നലത്തെ നമ്മളുടെ വീഡിയോ അല്ലേ, തണ്ണിമത്തൻ്റെ വീഡിയോ കണ്ടിട്ടേ ഒരാളിപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ കണ്ട് നോക്കിയപ്പോൾ എല്ലാവരും കമൻറ്റ് ചോദിച്ചിരിക്കണു, എന്താ അസുഖം ഭേദമായോ എന്നൊക്കെ കുറേ പേര് കമൻറ്റ് ചോദിച്ചിരുന്നു. അപ്പം എന്താ പറ്റിയ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, സന്ധ്യ. അപ്പോൾ ഉലുവപ്പൊടി ഇട്ടു, കായപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. മുളക് പോരാൻ തോന്നണല്ലേ, ഉപ്പിട്ടു. ഇത്തിരി മുളക് പൊടി ഇടാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിപ്പോൾ എല്ലാം പച്ചക്കല്ലിട്ടേക്കണത് ഒന്ന് ചെറിയ ചൂടാക്കാം. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടേ ഇതിലൊഴിക്കാം. പാത്രം വെച്ചു. ചൂടാവട്ടെ. വെളിച്ചെണ്ണ കുറച്ച് മതി. ഇതാണ് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു അച്ചാറ്. അത് കണ്ണി മാങ്ങ കിട്ടുമ്പോൾ അതിങ്ങനെ കുരുകുരുന്നനെ അരിഞ്ഞിട്ട് ഉപ്പ്, മുളക് പൊടി, കായപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. എന്നാലും ഇട്ടിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കിയാണ്ട് ഒഴിക്കും. അപ്പോൾ ഇതൊക്കെ മൊരിയും. മുളക് പൊടിയൊക്കെ എല്ലാ പൊടികളും നന്നായിട്ട് മൊരിയും. ഇതാ ചൂടായി വരുന്നുണ്ട്. ചൂടാവട്ടെ. വെള്ളം ഉണ്ടായിരുന്നു തോന്നണല്ലേ. നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ. നമുക്ക് ഇത് ഓഫാക്കാം. വെച്ചിട്ടില്ല കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞു കേട്ടോ മുളകൊക്കെ. മുളകും കായും ഒലിവും ഒക്കെ മുരിഞ്ഞു കണ്ട. പിന്നെ മുളക് വേണം ചേച്ചി, എരിവ് നോക്കിയിട്ട് ഇടാല്ലേ. കണ്ണിമാങ്ങ അങ്ങനെ കളർ കുറവുണ്ട് അല്ലേ. കണ്ണിമാങ്ങ അരിഞ്ഞിട്ട് നോക്കൂ. കുറച്ച് ഇത്തിരി ഉപ്പും വേണം. മുളക് ഇത്തിരി കൂടി. യെസ്. ഇനി എന്ത് ചെയ്യാന്നറിയോ? വെള്ളം വേണ്ട. ചേർന്ന് വരുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറയും കേട്ടോ. അതെ പറഞ്ഞത്. അച്ചാറുകളിൽ എപ്പോഴും ഉപ്പ് മുന്തി നിൽക്കണം. കാരണം കഷ്ണത്തിന്മ പിടിച്ച് കഴിയുമ്പോഴേ ഇതുണ്ട് കേട്ടോ കുറച്ചും കൂടി. കഷ്ണത്തിന്മ ഉപ്പ് പിടിച്ച് കഴിയുമ്പോൾ ഉപ്പ് കുറവാണെന്ന് നമുക്ക് തോന്നും. ഇനി കുറച്ച് വെള്ളം തിളപ്പിച്ച് ചൂടാറ്റിയ വെള്ളമാണ് ഇത് കേട്ടോ.
ഗ്ലാസ് ഒഴിക്കണം. ഏയ് കുറച്ച് മതി, തുള്ളി ഇതേ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം, അതാണ് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, അളവൊന്നുമില്ല. യെസ്, കറക്റ്റാണ് നമ്മൾ ചൂടാക്കിയത് കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഇതാ എങ്ങനെയുണ്ട് മോളെ. ഇത് പറക്കിക്കൊണ്ടെന്താരാ? ജയശ്രീ. അരിഞ്ഞതാരാ? ജയശ്രീ. ഉണ്ടാക്കിയതാരാ? ഞാൻ. പണ്ട് കോഴിയമ്മേട കഥ പറഞ്ഞ പോലെ അല്ലെങ്കിൽ പറയും ആ കഴിച്ചോട്ടെ ഞാൻ. ചോറിനെടുക്കാം കഞ്ഞിക്കൊക്കെ നല്ലതല്ലേ? കഞ്ഞിക്ക് നല്ലതാ, ചോറിന് നല്ലതാ. പക്ഷെ ഇത് മേശപ്പുറത്ത് വെച്ചറിയണല്ലോ, പോണ വഴി അറിയില്ല. ഇപ്പൊ ഇന്ന് നാളേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അത്. അപ്പൊ ഇന്നത്തെ ഇന്നത്തെ 1-ാം തീയതിയിലത്തെ ഭക്ഷണം എന്തൊക്കെയാണ്? ചോറ്, മോരുകറി, മോര് കൂട്ടാൻ, അതായത് കുമ്പളങ്ങ മോര് വെച്ച് വെച്ചത്, പയറുപ്പേരി, പിന്നെ കണ്ണിമാങ്ങ അച്ചാറ്. സ്വാദുണ്ട് കേട്ടോ. അത് കുഞ്ഞുമാങ്ങയ്ക്ക് പ്രത്യേക സ്വാദാ. അതും കൂടി ആവുമ്പോഴേ മാംസം. ഇനി നമ്മള് വലിയ മാങ്ങ കഴിഞ്ഞ് വെക്കുമ്പോ ഈ ടേസ്റ്റ് അല്ലാണ്ട് വേറെ ടേസ്റ്റ് വരിക. അപ്പൊ അങ്ങനെ ചമ്മന്തി അരയ്ക്കുമ്പോഴും അതെ. മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കാം അല്ലേ? ഉച്ചക്ക് ഊണയ്ക്കാൻ എടുക്കുമ്പോ എടുക്കാം. അപ്പോൾ ഇന്നത്തെ കണ്ണിമാങ്ങ അച്ചാറ്, ഇന്നത്തെ കുശാൽ ഊണ് അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ വീഡിയോ? എങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഞങ്ങൾ പതുക്കേനെ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് വരികയാണേ. ജയശ്രീ ആയിരുന്നു ഫുൾ ചാർജായിരുന്നു അവിടെ. മക്കളുണ്ടെങ്കിൽ അവരുണ്ടാവും, അവർക്ക് ജോലിയുള്ള കാരണം അവരില്ല. ആ ജയശ്രീയുടെ മോൻ്റെ കല്യാണ നിശ്ചയമായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിലെ ജയശ്രീയുടെ മോൻ്റെ കല്യാണ നിശ്ചയം മാർച്ച് 8-ാം തീയതി ആയിരുന്നു, ശിവരാത്രി നാള്. അന്ന് ജസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല, അന്നും തലേ ദിവസം പിറ്റേ ദിവസം ഒന്നും വന്നില്ല. 4 ദിവസം ലീവായിരുന്നു. അത് 4 ദിവസം ലീവായിരുന്നു. അത് അന്നൊക്കെ പിന്നെ ഇവിടെ മക്കളുണ്ടായിരുന്നു, അത് കാരണം കൊണ്ട് കുഴപ്പമില്ല. ഞാനൊന്നും ചെയ്തായിരുന്നില്ല കേട്ടോ. ഇത് ഇപ്പോൾ അടുക്കളയിലേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ എന്നാലും കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞു എന്നോട് ഇങ്ങനെ ഇത്തിരിശൊക്കെ പോയിട്ട് വ്ളോഗൊക്കെ ചെയ്തോളോ എന്ന് പറഞ്ഞു എന്നോട്. പതുക്കെ അടുപ്പിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവച്ചിട്ടേ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ചെയ്തോളൂ. പിന്നെ പച്ചക്കറി നുറുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എനിക്കിപ്പോഴും ആ പച്ചക്കറി നുറുക്കാൻ കുറച്ച് നേരം ഇരിക്കുമ്പോഴേ അപ്പം എനിക്ക് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നും. എപ്പോഴാണ് മാറുക? നടന്ന് ശരിയാവും. അപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം നന്ദിയുണ്ട്. എനിക്കറിയാം കുറേ പേരോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം എന്ന്. അപ്പോൾ അതിന് പ്രത്യേകം നന്ദി. പിന്നെ എൻ്റെ ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ കേട്ടോ. ബായ്. നമുക്കിനി ഊണ് കഴിക്കാം. ചോറ് റെഡി കർത്താം. പിന്നെ ഇതാ പയറുപ്പേരി, നല്ല മണിപ്പയർ ഉപ്പേരി വെച്ചത്, പിന്നെ കുമ്പളങ്ങ മോരൊഴിച്ച് കൂട്ടാൻ. സൂപ്പറാണ്, നല്ല ചൂടുണ്ട്. ഇത് കാലത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയ കടലയാണ്. പിന്നെ നമ്മുടെ ഇപ്പം ഉണ്ടാക്കിയ അച്ചാറും.